എന്താ ഉണ്ണി ഇങ്ങനെ ഇരുന്നിന്? രഘുവേട്ടാ, കുറേ ആയി പണിയൊന്നും ഇല്ലാത്ത. നിങ്ങളുടെ ടീമിൽ എന്തെങ്കിലും പണിയുണ്ടോ? പിന്നെ എന്തെങ്കിലും ചിരണ്ടാനോ മാന്താനാറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് കൂട്ടപ്പോൾ. പണിയൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമ്മളൊക്കെ ഇപ്പോൾ ഹൈടെക്കാണ്. അതെന്താന്നിപ്പോൾ ഈ ഹൈടെക് എന്ന് പറഞ്ഞാൽ അനക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതിപ്പോൾ ഉണ്ണി പിന്നെ പെയിൻറ്റിങ് എല്ലാം ഇല്ലേ ഇപ്പോൾ ഗണ്ണിലാണ്. ഗണ്ണ് പിന്നെ ചിരണ്ടലും വൃത്തിയാക്കലും ഉരക്കലും ഇല്ലേ ഫുള്ള് ഗ്രൈൻഡിങ് ആണ്. കൈ വിറച്ചിട്ടുണ്ടെങ്കിൽ പണി പാളും. അപ്പോൾ രഘുവേട്ടാ, ഞാനും ഹൈടെക് ആവണമായിരിക്കും അല്ലേ? അങ്ങനെ ആവണം. അങ്ങനെ ആയാൽ നിങ്ങൾ എന്നെ പണിക്ക് കൂട്ടുമായിരിക്കും അല്ലേ? എന്നാ പിന്നെ ഞാനൊന്ന് ഹൈടെക് ആകാൻ കഴിയുമോ നോക്കട്ടെ. അത് ആയിട്ടാകുമ്പോൾ ആലോചിക്കാം. എന്തല്ല രഘുവേട്ടാ, പണിയൊന്നുമില്ലേ? പണിയെല്ലാം കുറവാന്ന് എല്ലാം മൂടൗട്ടാണ്. എഞ്ചിനീയർ പണിയെടുക്കുന്നു, അയാളാങ്ങ് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. പണിക്കാരാങ്ങ് പൈസക്ക് കാത്തിരിക്കുന്നുണ്ട്. 25,000 ഉറുപ്പ്യ പിന്നെ വേണം വൈകുന്നേരത്തേക്ക്. 25,000 ഉറുപ്പ്യ ഞാനതാ തയ്ച്ചിരുന്നത്. ഒന്നും ഒരു വൈ കിട്ടുന്നില്ല. അല്ല, പൈസ നിങ്ങൾ അക്കൗണ്ടിൽ ഇട്ടാൽ മതിയാ? നീ ഒന്ന് ചോദിച്ചേ. അല്ല, പൈസ ഇല്ലേ, അത് നിങ്ങളെ അക്കൗണ്ടിൽ ഇട്ടാൽ മതിയോ? 25,000. രഘുവേട്ടാ, ഒറ്റ നോട്ടത്തിലൊന്നും ആരും വിലയിരുത്താൻ പാടില്ല. ദൈവോ ആരുടെ നേരെയാ കണ്ണോർക്കുന്നെന്ന് ആർക്കും അറിയില്ലല്ലോ. ഈ ചെറിയ സമയം കൊണ്ട് എനിക്ക് ഇത്ര മാറ്റം ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ചില മുൻവിധികളും തെറ്റിദ്ധാരണകളും ആണ് ഉണ്ണി എന്നെ ഈ അർപ്പണത്തിലേക്ക് എത്തിച്ചത്. അത് അന്ന് ഞാൻ നിന്നെ അങ്ങനെ വിലയിരുത്താൻ പാടില്ലായിരുന്നു. അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്.